അപ്പോൾ നമ്മളെ സെറ്റല്ലേ ഗ്രൂപ്പിന്റെ നോമ്പുതുറ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഏകദേശം എല്ലാ പണിയും കാര്യങ്ങളൊക്കെ തീർന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ? ഷാദിയെ ഈ ഒരു അവസരത്തിൽ എനിക്ക് നമ്മളെ സെറ്റലിനെ പറ്റി എന്താ പറയാനുള്ളത്? വളരെ നല്ലൊരു ടീമാണ്. വളരെ നല്ലൊരു ടീമാണ്. എല്ലാ കൊല്ലം നമ്മൾ പരിപാടി ഉഷാറായിട്ട് നടത്താറുണ്ട്. എല്ലാ കൊല്ലം നമ്മൾ നടത്താറുണ്ട്. അതേപോലെ തന്നെ ഇക്കൊല്ലം ഉഷാറായിരിക്കുന്നത് പരിപാടികളൊക്കെ ഏകദേശം എല്ലാവരും ഇങ്ങനെ പണിയാണ്. പണി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഷെമിയില് മേസ്തിരി ഇവിടെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കട്ടെ. ഷെമില പറയ്, സെറ്റല്ലേ? സെറ്റാടാ, പവറാണ്. ലൈറ്റും ഈ മേസ്തിരിയാണ് സെറ്റ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. വല്ല പ്ലംബിങ്ങോ വയറിംഗ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മൂപ്പരെ കോൺടാക്ട് ചെയ്യാം. എത്രാമത്തെ സെറ്റലിന്റെ നോമ്പ് പറയാണ്? അഞ്ചാമത്തെ. ഈ 5 നമ്മളെന്ത് ചെയ്യണം? ഉഷാറാക്കിയിരുന്നില്ലേ? ഇത് നമ്മൾ അതേമാതിരി ഉഷാറാക്കൂലേ? നമ്മൾ 4 ആള് തുടങ്ങിയതാണ് ഫസ്റ്റ്. അതെ. അപ്പൊ ഗൈസ് നമ്മൾ ബത്തക്ക വെട്ടാൻ പോവാട്ടാ. ഇവർക്കൊന്നും ബത്തക്ക വെട്ടാൻ അറിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണേ? ഇതെന്താ തീരെ മൂർച്ചല്ലേ? നമ്മൾ വെറൈറ്റി സ്റ്റൈലിലാണ് മുറിച്ചത് കേട്ടാ. ഇത് ആരെങ്കിലും മുറിക്കലുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. പടച്ചോനെ പാള് കാണല്ലത്. അത് ഇങ്ങനെ വെട്ടിയാലുള്ള ഉപകാരം എന്താ വെച്ചാൽ പെട്ടെന്ന് പരിപാടി കിട്ടും വത്തക്കൻ്റെ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെട്ടുക. ഷിബിലി, എന്താണ് എനിക്ക് പറയാനുള്ളത്? ഷിബിലിക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഈ ഒരു സാധനം കഷ്ടപ്പെട്ട് വെട്ടണം. അതിന്റെ വീഡിയോഗ്രാഫറാണോ നീ? അതെങ്കിലും പരിപാടികളൊക്കെ പക്കായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. ഒരാളവിടെ നമുക്ക് കഷ്ടപ്പെട്ടിട്ട് ജ്യൂസ് ഇറക്കുന്നുണ്ട്. അവിടെ നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ജ്യൂസൊക്കെ ഒഴിച്ചോണ്ടിരിക്കുകയാണ് മുഫീദ് മുമ്പരൊക്കെ. റീല് ഷൂട്ട് ചെയ്യും. അതിന്റെ അടിയില് റീല് ഷൂട്ട് ചെയ്യണം. ക്യാമറമാൻ ബൈജുവിനോടൊപ്പം ഫറാന്റെ വിദഗ്ധമായ ക്യാമറ എടുക്കലാട്ടത് കണ്ടോളി. അപ്പൊ ഏകദേശം നമ്മളെ പരിപാടികളൊക്കെ ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. പിന്നെ നമ്മളിതാ ഈ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ്. ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ പക്കായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ജ്യൂസും കാര്യങ്ങളും അതുപോലെ തന്നെ എല്ലാം കൊണ്ടും നമ്മളെ ഈ ഒരു പരിപാടി ഉഷാറായിക്കണെന്ന് പറയാം. അതുപോലെ തന്നെ നമ്മുടെ നോമ്പുതുറ എന്നാണ് ഇതിന്റെ പേര്. പിന്നെ ശിബിലിയാണ് ബാക്കിൽ ഞളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അത് അവിടെ ഫ്രൂട്ട്സ് ഇപ്പോഴും കുറച്ച് വെട്ടാണ്ട് നല്ല വായത് കുമ്പിട്ട് എല്ലാ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്. ഇത് യൂട്യൂബിക്ക് വരാനുള്ളതായതുകൊണ്ട് എന്ത് ചെയ്യണം, അൻവർ നല്ല പണി യൂട്യൂബിക്ക് വരാണ്ടായതുകൊണ്ട് അൻവർ നല്ല പണി എടുക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? നമ്മളെ കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടല്ലോ നിങ്ങൾക്ക്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ബത്തക്ക, അതുപോലെ തന്നെ കക്കരിക്ക, മുന്തിരി, അതുപോലെ തന്നെ എല്ലാം നമ്മള് വെട്ടി എല്ലാം വെടുപ്പായിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ മെന്റിന്റെ എന്തെങ്കിലും നല്ല കളക്ഷൻ വന്നിട്ടുണ്ട്. എന്താണ് എനിക്ക് പറയാനുള്ളത്? അഭിപ്രായം ഫസ്റ്റ് ആയിട്ടാണ് നമ്മളെ പരിപാടിക്ക് സെറ്റലിന്റെ പരിപാടിക്ക് വരുന്നത്. അപ്പൊ അഭിപ്രായം എന്താണ്? അഭിപ്രായം ഉഷാറാണ്. ഇനി വാക്ക് ഇത് കഴിഞ്ഞിട്ട് പറയാം. ബാക്കി കഴിഞ്ഞിട്ടില്ല. നമ്മള് ഈ നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞിട്ടാണ് പറയാന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മളെ ഭക്ഷണമൊക്കെ എങ്ങനെയാണ്, പാനീയങ്ങളൊക്കെ അടിപൊളിയാണെന്നൊക്കെ അബു എന്ത് ചെയ്യും നമുക്ക് റിവ്യൂ തരും. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് സെറ്റ് ആയിക്കണേ. നമ്മളെ കുട്ടിമോന്റെ കക്കരിക്ക സലാഡിലൂടെ ഫേമസ് ആയ ഒരു വ്യക്തിയാണ് മൂപ്പര് ഇദ്ദേഹം. അപ്പോ ആ കുട്ടിമോന്റെ കക്കരിക്ക സലാഡ് നമുക്ക് ഇന്നുണ്ടെന്ന് പ്രതീക്ഷിക്കണേ. ഇൻഷാ അല്ലാഹ്. അങ്ങനെ എല്ലാരും ഇരുന്ന് തുടങ്ങി കേട്ടോ. എന്താണ് നമ്മളെ ഇഫ്താർ പങ്കെടുക്കാൻ പറ്റാത്തൊരു മഹാമടുണ്ട്. നെസ്റോ, നമ്മളെ നെസ്റുണ്ടല്ലോ, നമ്മളെ നെസ്റു സംഗതി വരാൻ പറ്റിയിട്ടില്ല ചെക്കൻക്ക്. അപ്പൊ ഈ അവിടുന്ന് നോമ്പെടുക്കാൻ റെഡി അല്ല? ഈ നോമ്പെടുക്കൂല അവിടുന്ന്? സെറ്റാണ് നമ്മളെ സംഗതി. മനസ്സും
ശരീരം മാത്രമേ അവിടെ ഉള്ളൂ, മനസ്സും കാര്യങ്ങളൊക്കെ നമ്മളെ ഇവിടെ തന്നെയാണ്, നമ്മളെ സെറ്റലിന്റെ കൂടെയാണ്. അപ്പോ ഓക്കെ ബൈ. പൈസ ഇട്ടടാ. എല്ലാരും സെറ്റ് ഉണ്ടോ? മുത്താർ എന്നും നമ്മള് എല്ലാ വീഡിയോയിലും ഉൾപ്പെടുത്തണം. മുത്താർ എന്താ പറയുള്ളത്? എന്താ പറയാ, നമ്മളൊരു ഐക്യത്തിന്റെ ഒരു പ്രതീകമാണ് ഈ നോമ്പുതുറ പറയുന്നത്. നമ്മളെ ചങ്ങായിമാരെല്ലാരും കൂടി ഒത്തൊരുമിച്ചിട്ട് പരിപാടി എന്താ പറയാ സെറ്റാക്കിയാണ്. സെറ്റല്ല ടീമിന്റെ സെറ്റാക്കിയൊരു പരിപാടിയാണ് ഈ കാണുന്നത്. ഈ വേളയിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമ്മളെ ഒരു പരിപാടി അടിപൊളി സെറ്റല്ലേ? എല്ലാവരും നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തി വെച്ചോളി നമ്മളെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എല്ലാവരും ഇതേപോലുള്ള സപ്പോർട്ട് എന്ത് ചെയ്യുക, വീണ്ടും നമുക്ക് എന്ത് ചെയ്യുക തരിക. ഓക്കെ ബൈ.